ഇനി അടുത്തത് ഐ ഡ്രോപ്പർ. നമ്മൾ കളർ പിക്ക് ചെയ്യാനുള്ള പോലെ തന്നെ എവിടെ നിന്ന് കളർ പിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിൽ അപ്ലൈ ആവും. ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്താലും നമുക്ക് ഇമേജിൻ്റെ കളറും പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓൾഡ് വേർഷനിൽ പറ്റുണ്ടായിരുന്നില്ല. ഈ X6 നമ്മളൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇതാ അങ്ങനെ ഒരു ഇമേജ് നമ്മൾ കോൾഡ്രോയിൽ ഇമ്പോർട്ട് ചെയ്തു. നേരെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഈ പറഞ്ഞ താമരയിലുള്ള ആ കളറ് ഈ ടെക്സ്റ്റിലേക്ക് വരണം പറഞ്ഞാൽ ടെക്സ്റ്റ് ഞാൻ നോക്കിയാൽ ഇതിൽ കൊണ്ടിട്ടു. ഇതിനെ മുകളിൽ കൊണ്ടുവരാൻ കൺട്രോൾ പേജ് അപ്പ്. ഓക്കെ. അപ്പോൾ ഈ താമരയിലുള്ള പിങ്ക് കളറ് ഈ ടെക്സ്റ്റിൽ വരാൻ ഈ ഐ ഡ്രോപ്പർ എടുത്തു. എന്നിട്ട് താമരയെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ടെക്സ്റ്റിലേക്ക് കൊണ്ട് കൊടുത്തു. അപ്പം എന്തായി? ആ പിങ്ക് കളർ ഇതിൽ വന്നു. ആ യെല്ലോ കളർ വേണം പറഞ്ഞാൽ വീണ്ടും ആ ഐ ഡ്രോപ്പർ തന്നെ വരണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ വീണ്ടും ഐ ഡ്രോപ്പർ വരും. ഐ ഡ്രോപ്പർ പോയാൽ തന്നെ അതിൻ്റെ കളർ കൂടെ കാണിക്കുന്നുണ്ട്. RGBൻ്റെ വാല്യൂ കണ്ട. ഇങ്ങനെ നീക്കുമ്പോൾ ഇവിടെ വന്നാൽ അതിൻ്റെ ഗ്രീൻ കളറായിരിക്കും കാണിക്കുക. ഇവിടെ വന്നാൽ ബ്ലാക്ക് ആണ്. കണ്ടാ, ഞാൻ ഇവിടുത്തെ യെല്ലോ കളർ പറഞ്ഞത് അവിടെ ഏകദേശം യെല്ലോൻ്റെ പോർഷനിൽ വെച്ചാൽ ആ യെല്ലോ ക്ലിക്ക് ചെയ്താൽ ആ യെല്ലോ കളർ അവിടെ കാണുന്നുണ്ട്. കണ്ടാ. ഇനി ഷിഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? കളർ ഫില്ല് ചെയ്യാനുള്ള പെയിൻറ്റ് ബക്കറ്റ് ആയിരിക്കും വരിക. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറായിട്ട് അതിൽ വരിക. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫില്ലായിട്ടായിരിക്കും കാണുന്നത്. കണ്ട ആ ചെറിയ സ്ക്വയർ കാണുന്നില്ലേ? ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്താവും? ഔട്ട്ലൈൻ ആയിരിക്കും കാണുന്നത്. കണ്ട, ഇപ്പോൾ ഔട്ട്ലൈനാണ്, ഇപ്പോൾ ഫില്ലാണ്. ഞാൻ ഔട്ട്ലൈനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ എന്താവും? ഔട്ട്ലൈൻ ആയിരിക്കും കളർ വരിക. ഓക്കെ. ഇരുന്നോളൂ, ബാക്കിൽ ഇരുന്നോളൂ. ഇനി അടുത്ത ആട്രിബ്യൂട്ട് എന്നുള്ള ഐ ഡ്രോപ്പർ ഉണ്ട്. ടെക്സ്റ്റിൽ ഞാനൊരു കളർ കൊടുത്തു, റെഡ് കൊടുത്തു, ഒരു യെല്ലോ സ്ട്രോക്ക് കൊടുത്തു. ഓക്കെ. ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു. ബോക്സിൽ വന്നിട്ട് ബ്ലൂ കളറും ഒരു റെഡ് സ്ട്രോക്കും കൊടുത്തു. സ്ട്രോക്ക് കുറച്ച് കൂട്ടി 4 കൊടുത്തു പോയിന്റ്. മെജന്റ കളർ. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ കളർ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഐ ഡ്രോപ്പർ പറഞ്ഞാൽ സ്പെസിഫൈഡ് കളറെ പിക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ഐ ഡ്രോപ്പർ എടുത്തു കഴിഞ്ഞാൽ കളർ ഡ്രോപ്പർ അതെടുത്തു കഴിഞ്ഞാൽ കളർ ഇപ്പോൾ സ്ട്രോക്ക് പോയി കഴിഞ്ഞാൽ മെജന്റ കളർ പിക്ക് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലൂ കളർ പിക്ക് ചെയ്യും. നമുക്ക് ഈ മൊത്തത്തിൽ ആ ബോക്സിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രോക്കും ആ കളറും ആ സ്ട്രോക്കിൻ്റെ തിക്നെസ്സും എല്ലാം ഈ ടെക്സ്റ്റിൽ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ താഴത്തെ ആട്രിബ്യൂട്ട്സ് ഐ ഡ്രോപ്പർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വന്നു. പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രോക്കും ആ സ്ട്രോക്കിൻ്റെ തിക്നെസ്സും എല്ലാം കവർ ചെയ്ത് ഇതിൽ അപ്ലൈ ചെയ്തു. അതിനാണ് ആട്രിബ്യൂട്ട് ഐ ഡ്രോപ്പർ.